സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് തന്നെ എടുക്കാം. ആദ്യത്തെ ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, ഇ, കെ. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്, അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവ. അടുത്ത ചോദ്യം, തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1963 ആണ്. 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 1963. റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി. റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായത്. റൈബോഫ്ലാവിൻ ഏത് വിറ്റാമിന്റെ രാസനാമമാണ്? വിറ്റാമിൻ ബി ടുവിന്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ച ഭീംബേത്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഭീംബേത്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. യുനെസ്കോ ലോക പൈതൃകമായിട്ട് അംഗീകരിച്ച ഭീംബേത്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയില്. ഉപ്പു സത്യാഗ്രഹത്തില് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഏത് ജയിലിലാണ് അടയ്ക്കപ്പെട്ടത്? യർവാദ ജയിലിലാണ്. യർവാദ ജയിൽ. റബ്ബറിന്റെ ലായകം ബെൻസീൻ ആണ്. റബ്ബറിന്റെ ലായകം ബെൻസീൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണം 78 ആണ്. ഉപ്പു സത്യാഗ്രഹത്തില് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തവര് എത്ര പേരാണ്? 78. ജാർഖണ്ഡിലെ രാഗാഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ചെമ്പാണ്. രാഗാഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ഏതാണ് ലോഹം? ചെമ്പാണ്. ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യമായിട്ട് മുഴക്കിയത് ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യമായിട്ട് മുഴക്കിയത്. കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി. കേരള മുഖ്യമന്ത്രിമാരില് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി സി അച്യുതമേനോനാണ്. സി അച്യുതമേനോൻ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത്? 1930. റീഹണ്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ജലവൈദ്യുത പദ്ധതിയുടെ പേര് റീഹണ്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ജീവകം കെയുടെ രാസനാമം. രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. ഫില്ലോക്വിനോൺ ഏത് ജീവകത്തിന്റെ രാസനാമമാണ്? ഫില്ലോക്വിനോൺ. ജീവകം കെ ആണ്. ജീവകം കെ. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോണുകളാണ് ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നത്. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഏതാണ്? ഇലക്ട്രോൺ. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ്? തിരുവനന്തപുരമാണ്. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണ്. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ നേതാവ് ആരാണ്? റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ ബേപ്പൂർ ആണ്. അത് ആരംഭിച്ചത് ഏത് വർഷത്തിലാണ്? AD 1861. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ ബേപ്പൂർ അത് ആരംഭിച്ചത് ഏത് വർഷത്തിലാണ്? AD 1861. ലോക ജനസംഖ്യാ ദിനം എന്നാണ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വിരിയാനെടുക്കുന്ന കാലം. ഇൻക്യുബേറ്ററില് കോഴിമുട്ട വിരിയാനെടുക്കുന്നത് 21 ദിവസമാണ്. 21 ദിവസം.
രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. 30 വയസ്സ്. വിസ്റ്റൺ എന്തിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ്? വിസ്റ്റൺ മാസിക എന്തിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ്? ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം ചെന്തരുണിയാണ്. ചെന്തരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം, ചെന്തരുണി. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ ആസാമിലെ ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ് എവിടെയാണ്? ആസാമിലാണ്. ആസാമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ. ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം കണ്ണിനുണ്ടാകുന്ന മറ്റൊരവസ്ഥയാണ് സിറോഫ്താൽമിയ. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? കാനിങ് പ്രഭു വൈസ്രോയി ആയിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരി. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് പട്ടങ്ങൾ ഒരുമിച്ച് ലഭിച്ച വർഷം? മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് എന്നീ പട്ടങ്ങൾ ഒരുമിച്ച് ലഭിച്ചത് ഇന്ത്യയിലെ ഏത് വർഷമാണ്? ഇന്ത്യക്ക് ലഭിച്ചത് 1994 ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ. ലീലാ തിലകം രചിച്ചത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ലീലാ തിലകം രചിച്ചത്. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. രാജ്യസഭാംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള കവി ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത്? MN ഗോവിന്ദൻ നായരാണ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത്. നേപ്പാളിൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സാഗർമാത നാഷണൽ പാർക്കാണ്. നേപ്പാളിലെ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സാഗർമാത നാഷണൽ പാർക്ക്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സംഘടന സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ്. ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ അജിത് സിംഗ് ആണ്. ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? അജിത് സിംഗ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്? രാജ് നാരായൺ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് അറിയപ്പെടുന്നത്. ആദ്യമായി ഒളിമ്പിക് നാളം ഏത് വർഷമാണ് തെളിയിച്ചത്? 1928 1928 ആംസ്റ്റർഡാമിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് നാളം തെളിയിച്ചത്. 1928 ആംസ്റ്റർഡാം. ടിപ്പു സുൽത്താന്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണ കേന്ദ്രമായിരുന്നത് ഫറോക്ക് ആണ്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ആണ് ടിപ്പു സുൽത്താന്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണ കേന്ദ്രമായിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ നോവൽ പ്രേമലേഖനം 1943. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം.
തിരുവിതാംകൂറിൽ CP രാമസ്വാമി അയ്യർ 1944 നിരോധിക്കുകയും കോപ്പികൾ കണ്ടുകെട്ടുകയും ചെയ്ത ബഷീറിന്റെ പുസ്തകം ഏതാണ്? പ്രേമലേഖനമാണ്. തിരുവിതാംകൂറില് ആരാണ്? CP രാമസ്വാമി അയ്യർ. ഏത് വർഷമാണ് 1944 നിരോധിക്കുകയും കോപ്പികൾ കണ്ടുകെട്ടുകയും ചെയ്ത ബഷീറിന്റെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രേമലേഖനമാണ്. ഏത് നവോത്ഥാന നായകന്റെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്? ഉള്ളൂർക്കോട് വീട് ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹമാണ്. ഉള്ളൂർക്കോട് വീട് ആരുടെ ജന്മഗൃഹമാണ്? ചട്ടമ്പി സ്വാമികൾ. 1857 വിപ്ലവത്തിലെ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ്, താത്തിയോ തോപ്പി എന്നിവരാണ് കാൺപൂരിലെ നേതൃത്വം നൽകിയത്. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്നത് 1812 1812 കുറിച്യ കലാപം നടന്നത്. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ആണ്. ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ആണ് ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി അല്ലെങ്കിൽ ആദ്യത്തെ രചന ഏത് എന്ന് ചോദിച്ചാല് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. നാഥുല ചുരം. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏതാണ്? പൂക്കോട്ടൂരാണ്. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ്. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു മൈൽ എന്നത് 1.609 കിലോമീറ്റർ ആണ്. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് ആരാണ്? ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ്? മാർത്താണ്ഡവർമ്മ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോയാണ്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി മഹാത്മാഗാന്ധി. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഉറക്കത്തിന്റെ ചതുപ്പ് അല്ലെങ്കിൽ മാഷോ സ്ലീപ്പ് ഇത് എവിടെയാണ്? ചന്ദ്രനിലാണ്. ഉറക്കത്തിന്റെ ചതുപ്പ് അല്ലെങ്കിൽ മാഷോ സ്ലീപ്പ് എവിടെയാണ്? ചന്ദ്രനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? എ.ഒ. ഹ്യൂം. റാണി ഗൗരി പാർവതി ബായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ഏത് വർഷത്തിലാണ്? 1817 തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ആരാണ്? റാണി ഗൗരി പാർവതി ബായ് ആണ്. റാണി ഗൗരി പാർവതി ബായ്. വർഷം ഏതാണ്? 1819. സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? സത്യമേവ ജയതേ മുണ്ടക ഉപനിഷത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് സഹജാനന്ദ് സരസ്വതി. യുദ്ധത്തിന് റോക്കറ്റ് ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു ആണ്. ആരാണ്? ടിപ്പു. വിഹാരങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. വിഹാരങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം എവിടെയായിരുന്നു? പുനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലാണ്. പുനെയിലെ അഗാഖാൻ പാലസിലാണ് ഗാന്ധിജി അവസാനമായിട്ട് ജയിൽവാസം അനുഭവിച്ചത്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ട് ആണ്. 780 മെഗാവാട്ട്. വജ്രഖനിയായ പന്ന ഏത് സംസ്ഥാനത്താണ്? വജ്രഖനിയായ പന്ന സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ്. ICICI ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. എവിടെയാണ്? മുംബൈ ആണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. സെലനോഗ്രഫി എന്തുമായിട്ട് ബന്ധപ്പെട്ട പഠനശാഖയാണ്? സെലനോഗ്രഫി ചന്ദ്രനാണ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രഫി. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നത് അടയാർ. ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ സംവിധാനമാണ്? ക്ഷയമാണ്. ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്? ക്ഷയം. എന്തളക്കാനാണ് അൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്? ഉയരമളക്കാനായിട്ടാണ് അൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നദി സിന്ധു നദിയാണ്. സിന്ധു. പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. വർഷം 1959. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. വർഷം 1959. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം യുറാനസ് ആണ്. ഏതാണ്? യുറാനസ്. സുനാമി ഏത് ഭാഷയിലെ വാക്കാണ്? സുനാമി എന്നത് ജാപ്പനീസ് വേർഡാണ്. ഉജ്ജിനി തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ഉജ്ജിനി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി പകരം നീതി ആയോഗ് ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി പകരം നീതി ആയോഗ് ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ലഹരി പാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത്? ലഹരി പാനീയങ്ങൾ പ്രധാനമായിട്ടും സെറിബല്ലത്തെയാണ് സ്വാധീനിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. അധ്യക്ഷനായിരുന്നത് ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. ലോഹമാണ് അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഹിന്ദു മതത്തിലെ അക്വിനാസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ്? ശങ്കരാചാര്യർ. ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് മാക്കിയവെല്ലി. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു വരാൻ ഗാന്ധിജി ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാനായിട്ട് ഗാന്ധിജിയെ ഉപദേശിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈ ആണ്. നഗരം ഏതാണ്? മുംബൈ. ആര്യഭട്ടൻ ജനിച്ച ആർമകം എന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂരാണ്. ഉത്തരേന്ത്യയിൽ വീശുന്ന ചൂടുള്ള പ്രാദേശികവാദം ലൂ ആണ്. ഏതാണ്? ലൂ.
ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന യു പിയിലെ നഗരം കാൺപൂർ ആണ്. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന യു പിയിലെ നഗരമാണ് കാൺപൂർ. ഉത്തരേന്ത്യയിൽ ആദ്യമായിട്ട് വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയാണ്. ഉത്തരേന്ത്യയിൽ ആദ്യമായിട്ട് വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് ഹരിയാന. ഉത്തരേന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? അജ്മീർ ആണ്. ഉത്തരേന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? അജ്മീർ. ദക്ഷിണ ഗംഗ, കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ഉപ്പ് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം അയഡിൻ ആണ്. ഉപ്പ് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥമാണ് അയഡിൻ. അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കൊല്ലം ജില്ലയിലെ കല്ലടയാണ്. കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്